ഹലോ മൈ ഡിയർ ചിൽഡ്രൻ, വെൽക്കം ടു ഈസി മാത്സ്. ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മാത്സിലെ എത്ര ടഫായിട്ടുള്ള ടോപ്പിക്കും വളരെ സിമ്പിളായി വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ സാധിക്കും. ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് മാത്സ് ആയിട്ട് മാറും. നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കടക്കാം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഹലോ ഡിയർ ചിൽഡ്രൻ, 9th സ്റ്റാൻഡേർഡിലെ എക്സസൈസ് 1.3ലെ ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. നമ്മൾ മുന്നേ ചെയ്ത പോലെ തന്നെയുള്ള ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ 3 ചെയ്ത പോലെ തന്നെ വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം. ഇവിടെ എന്താണ് ചോദിക്കുന്നത്? ഈ 0.9999 എന്നുള്ളതിന് P/Q ഫോമിൽ എഴുതാനാണ് പറയുന്നത്. അതായത് ഒരു നമ്പർ ഡിവൈഡ് ബൈ മറ്റൊരു നമ്പർ എന്നുള്ള ഫോമിൽ. ഓക്കെ, എന്നിട്ട് ചോദിക്കുന്നത് ആർ യു സർപ്രൈസ്ഡ് ബൈ ദ ആൻസർ? നിങ്ങൾ ഈ ആൻസർ കണ്ടിട്ട് ഞെട്ടിപ്പോയോ എന്ന് ചോദിക്കുന്നത്. എന്തുകൊണ്ട് ഞെട്ടി എന്നുള്ളത് നിങ്ങളുടെ ടീച്ചേഴ്സിനോടും ഫ്രണ്ട്സിനോടൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് ഞെട്ടോ നോക്കാം. ഫസ്റ്റ് നമ്മൾ എന്താണ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ ചെയ്ത പോലെ തന്നെ. അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഇതുപോലത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ കണ്ടുപിടിക്കാൻ ഷോർട്ട് കട്ട് ഉണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന ആ ഷോർട്ട് കട്ട് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. പറഞ്ഞു തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്നെ കമൻറ്റിൽ ഓർമ്മിപ്പിച്ചാൽ ഞാനത് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എടുക്കാം. ഫസ്റ്റ് എന്തെടുക്കുക? ink is changed. Let x is equal to 0.999 etc. അപ്പോൾ ഇവിടെ എത്ര ഡിജിറ്റാണ് റിപ്പീറ്റ് ആകുന്നത്? ഒരൊറ്റ ഡിജിറ്റ് അല്ലേ, ഒരു ഡിജിറ്റ് മാത്രം 9 റിപ്പീറ്റ് ആകുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 10 ആണോ 100 ആണോ 1000 ആണോ? 10 കൊണ്ട്. ഓക്കെ, multiply both side by 10. അപ്പോൾ എന്ത് കിട്ടും? 10 into x equal to 10 into x is equal to 10 into 0.9 10 into what happened to me, I don't know, 10 into 0.999 etc. ഓക്കെ, അപ്പോൾ 10 ഇൻറ്റു എക്സ് എത്രയാണ്? 10x is equal to 10 ഇൻറ്റു 0.99 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പോയിന്റ് ഇപ്പുറം വരും അല്ലേ. അപ്പോൾ എത്ര കിട്ടും? 9.9999. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ഇതിനെ നമ്മൾ ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കും. അപ്പോൾ ഇക്വേഷൻ നമ്പർ 1 ആരാണ്? ഇതാ ഇവിടെ കിടക്കുന്നത് ഇക്വേഷൻ നമ്പർ 1. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? സബ്ട്രാക്ട് ചെയ്യുക അല്ലേ. Subtract equation number 1 from equation number 2. Subtract ചെയ്യുമ്പോൾ എന്താ കിട്ടുക നമുക്ക്? 10x minus x, ഇതാ 10x മൈനസ് എക്സ്, ഇതാ ആരും കാണാണ്ട് ഇപ്പോൾ ഉണ്ട് കേട്ടോ, ഈക്വൽ ടു 9.999 മൈനസ് 0.999 എക്സെട്ര. ഇവിടെ ഇത് കണ്ടിന്യൂ ആകുന്നുണ്ടേ. അപ്പോൾ 10x എന്ന് ഒരു എക്സ് കുറച്ച് എത്രയാണ്? 9x ഈസ് ഈക്വൽ ടു, അപ്പോൾ ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയില്ല, റൈറ്റ് സൈഡിൽ എത്ര കേട്ടോ, 999 എക്സെട്ര മൈനസ് 0.999 എക്സെട്ര. ഓക്കെ, ഇവിടെ സബ്ട്രാക്ട് ചെയ്ത് ഇത് മൊത്തത്തിൽ അങ്ങ് അടിച്ചു പോയി, 0 ആയി അല്ലേ. 9 0 വെച്ചാൽ 9. അപ്പോൾ ആൻസർ എത്ര കിട്ടി? 9 കിട്ടി. അപ്പോൾ 9x ഈക്വൽ ടു 9 കിട്ടി. എക്സ് ഈക്വൽ ടു 9/9 ഈസ് ഈക്വൽ ടു 9/9 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2ൽ 9 ഇല്ലേ, 1/1 അല്ലെങ്കിൽ 1. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്ച്വലി ഇവിടെ എന്താ സംഭവിച്ചേ? 0.9999 എന്ന് പറയുന്ന ഈ സംഗതി ആർക്ക് തുല്യമായി? 1 തുല്യമായി അല്ലേ. റിയലി സർപ്രൈസിങ്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ, 0.999 എന്ന് പറയുന്നത് എങ്ങനെ 1ന് തുല്യമാവാനാണ്? അതൊരിക്കലും തുല്യമല്ല. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചറിയോ? 0.999 എന്ന് പറഞ്ഞാൽ അങ്ങനെ നീണ്ടുപോയല്ലോ, നീണ്ടു പോയി എവിടെയും എൻഡ് ചെയ്യില്ല. അത് ഏകദേശം വളരെ 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 ക്ലോസ്ഡ് ആയിട്ട് 1നോട് അടുത്താണ്. ഓക്കെ, വെരി 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 ക്ലോസ് ടു 1. ദാറ്റ് ഇസ് വൈ വി ഗെറ്റ് ദ ആൻസർ 1. അതുകൊണ്ടാണ് നമുക്ക് എന്ത് കിട്ടിയത്? 1 ആൻസർ കിട്ടിയത്. ഓക്കെ, അത് തമ്മിൽ ഒരു ഡിഫറൻസ് പറഞ്ഞാൽ വളരെ മൈന്യൂട്ടായിട്ടുള്ള ഡിഫറൻസേ ഉള്ളൂ. അപ്പോഴാണ് നമുക്ക് എന്തായിട്ട് മാറുന്നത്? അത് 1 ആയിട്ട് മാറുന്നത്. നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യുന്നില്ല, അതിനെല്ലാം ഒരു
ഇതുപോലുള്ളൊരു സംഗതി കൊണ്ടാണ് റൗണ്ട് ഓഫ് ചെയ്യാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സർപ്രൈസ്ഡ് ആയിട്ടില്ലേ? അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു ഒരു ഷോർട്ട് ട്രിക്ക് ഉണ്ട്, ഇതൊക്കെ കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് ട്രിക്ക് ഞാൻ പറഞ്ഞുതരാം. സപ്പോസ് ഒരു നമ്പറാണ് റിപ്പീറ്റ് ചെയ്യുന്നത് വിചാരിച്ചോ. ഇവിടെ ഇപ്പോൾ ഏത് നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നത്? 0.9 ബാർ. ഇത് വേറെ തന്നെ സംഗതിയാണ്, ഈ ക്വസ്റ്റിനായിട്ട് ബന്ധമില്ല. അപ്പോൾ ഇതിനെ ഞാൻ ഒരു കോളത്തിലാക്കുന്നുണ്ട്. 0.9 അല്ലേ? അപ്പോൾ ബാർ ഒരു നമ്പർ റിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആക്ച്വലി എന്ത് ചെയ്താൽ മതി അറിയോ? ആ നമ്പർ മുകളിൽ എഴുതുക, അടിയിൽ ഒരു 9 കൊടുക്കുക. അപ്പോൾ നമുക്ക് ആൻസർ എത്ര കിട്ടും? 1 കിട്ടിയില്ലേ? ഡയറക്റ്റ് ആൻസർ. ഓക്കെ, നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണെങ്കിൽ ഈ മെത്തേഡ് യൂസ് ചെയ്യാവേ. ഇനി നമ്മൾ നേരത്തെ ചെയ്തൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് നോക്കാം. അതിലും ഇത് ആപ്ലിക്കബിൾ ആണോ എന്ന് നോക്കാം. ഓക്കെ, എന്തായിരുന്നു നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ? നേരത്തെ ചെയ്ത ക്വസ്റ്റ്യൻ ആണ് 0.6 ബാർ അല്ലേ? 0.6 ബാർ. ഞാൻ പറഞ്ഞു അടിയിലൊരു 9 കൊടുത്താൽ മതി. ഒരു നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നതിൻ്റെ അടിയിലൊരു 9 കൊടുക്കുക. 6/9 ഈക്വൽ ടു 2/3 അല്ലേ? 6ലും 3 ഉണ്ട്, 9ലും 3 ഉണ്ട്. രണ്ടും 6/3 2 ആണ്, 9/3 3 ആണ്. ഡയറക്റ്റ് ആൻസർ. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കോ. 0.001 ബാർ. അപ്പോൾ ഇവിടെ എത്ര നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 3 നമ്പർ അല്ലേ? 3 നമ്പറിൻ്റെ മേലെ പാറില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയോ? 1 മുകളിൽ എഴുതുക, എന്നിട്ട് ഇതിൽ 1 ആ 1 മുകളിൽ എഴുതുക, എന്നിട്ട് അടിയിൽ എത്ര 9 വരിക? 3 9 വരും. 3 നമ്പർ റിപ്പീറ്റ് ചെയ്യുന്നത്. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ സാർ ഇനി വേറൊരു ടൈപ്പ് ഉണ്ടല്ലോ, അതെന്താ ചെയ്യുക? നമുക്കിപ്പോൾ നോക്കട്ടോ. ഇപ്പോൾ പ്രശ്നം സോൾവ് ചെയ്യാം. വേറൊരു ടൈപ്പ് ഉണ്ട്, ആ ടൈപ്പിന് എന്ത് ചെയ്യുന്നുള്ളതാണ്. അതായത് നമ്മൾ വേറൊരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു, 0.47 ബാർ. യെസ്, ഇതൊരു പ്രശ്നമാണല്ലോ. ഇതിപ്പോൾ ഒരു നമ്പറിന് മേലേ ബാറുള്ളൂ, പക്ഷേ 2 നമ്പർ ഉണ്ട് താനും. എങ്ങനെ സോൾവ് ചെയ്യും? പറഞ്ഞുതരാം. ഒരു നമ്പറിൻ്റെ മേലെ ബാറുള്ളത് കൊണ്ട് നമുക്ക് ഒരു 9 താഴെ എഴുതാം. ഓക്കെ, എന്നിട്ട് എന്ത് വേണമെന്നറിയോ? ഒരു നമ്പറിന് ബാറില്ല, അതുകൊണ്ട് നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, എന്നിട്ട് മുകളിൽ നമ്മൾ ഈ സെയിം നമ്പർ എഴുതുക. എന്നിട്ട് എത്രയാണോ ബാറില്ലാത്ത നമ്പർ ആ നമ്പർ അതിൽ നിന്ന് മൈനസ് ചെയ്യുക. ഓക്കെ, ആ നമ്പർ അതിൽ നിന്ന് മൈനസ് ചെയ്യുക. അപ്പോൾ എന്ത് കിട്ടുമെന്നറിയോ? 47 - 4 43, 9 × 10 90. ആൻസർ കിട്ടിയില്ലേ നമുക്ക്? യെസ്, ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനുമായി കാണാം. ബൈ ബൈ.